വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലക്കേസ് പ്രതിക്കെതിരെ ഉമ്മ ഷമീനയുടെ മൊഴി ഇപ്പോൾ നിർണായകമായിരിക്കുന്നു. വളരെ വൈകിയ വേളയിലെങ്കിലും അവർ പലതും തുറന്നു പറയാൻ തയ്യാറായതിന്റെ ആശ്വാസത്തിലാണ് പോലീസ്. കാരണം ഇതുവരെ മകനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ഉമ്മയെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടത്. ഇപ്പോൾ താൻ സ്വന്തമായി തന്നെ എന്താണ് അന്നത്തെ ദിവസം സംഭവിച്ചത് എന്ന് തുറന്നു പറഞ്ഞേ മതിയാകൂ എന്ന അവസ്ഥയിലേക്ക് ഷമീന എത്തിയിരിക്കുന്നു. മകൻ അഫാന്റെ ആക്രമണത്തിലാണ് തനിക്ക് പരിക്ക് പറ്റിയത് എന്ന് ഷമീന നിർണായകമായി അവസാനം മൊഴി പറഞ്ഞിരിക്കുന്നു. ഇതാദ്യമായിട്ടാണ് ഷമീന മകനെതിരെ മൊഴി നൽകുന്നത്. കട്ടിലിൽ നിന്നും വീണിട്ടാണ് തനിക്ക് പരിക്കേറ്റത് എന്നായിരുന്നു ഇവർ ഇതുവരെ പോലീസിനോട് പറഞ്ഞിരുന്നത്. ഭർത്താവിനോടും ഇങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞത്. അതേ നുണ തന്നെ പലവട്ടം ആവർത്തിക്കുകയാണ് ചെയ്തത്. എന്നാൽ കിളിമാനൂർ SHOയ്ക്ക് നൽകിയ മൊഴിയിലാണ് ഷമീന മകൻ അഫാൻ തന്നെ ആക്രമിച്ചു എന്ന വിവരം ഏറ്റവും ഒടുവിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. തനിക്ക് 35 ലക്ഷം രൂപയുടെ കടമുണ്ട് എന്നാണ് ഷമീനയുടെ നേരിട്ട് പറയുന്ന മൊഴി. ഇക്കാര്യം ഭർത്താവിന് അറിയില്ല എന്നും ഷമീന പറയുന്നു. സംഭവ ദിവസം 50,000 രൂപ തിരികെ നൽകണമായിരുന്നു. പണം ചോദിച്ച് തട്ടത്തുമലയിലെ ബന്ധുവിന്റെ വീട്ടിൽ പോയപ്പോൾ അധിക്ഷേപം നേരിട്ടു. ഇത് സഹിക്കാൻ പറ്റാതെയാണ് അഫാൻ ക്രൂരത കാണിച്ചത് എന്ന് ഷമീന വെളിപ്പെടുത്തി. തട്ടത്തുമലയിലെ ബന്ധുവിന്റെ വീട്ടിൽ നിന്നും തിരികെ വീട്ടിലെത്തിയപ്പോൾ അഫാൻ ആദ്യം തന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് ചുമരിൽ തലയടിച്ചു എന്ന് ഷമീന പോലീസിനോട് പറഞ്ഞു. ഇതോടെ ബോധം നഷ്ടപ്പെട്ടു. പിന്നെ ബോധം വന്നപ്പോൾ അഫാൻ ചുറ്റിക കൊണ്ട് തലകടിച്ചു. മക്കളുമൊത്ത് ജീവിതം അവസാനിപ്പിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നതായും അഫാന്റെ ഉമ്മ പോലീസിനോട് വെളിപ്പെടുത്തി. ഇതിനുവേണ്ടി യൂട്യൂബിൽ ഇളയ മകനെ കൊണ്ട് പലതും ഗൂഗിളിൽ സെർച്ച് ചെയ്യിപ്പിച്ചിരുന്നു എന്നും ഷമീനയുടെ മൊഴിയിലുണ്ട്. അതേസമയം തെളിവെടുപ്പിന് യാതൊരു കൂസലുമില്ലാതെയാണ് അഫാൻ താൻ ചെയ്ത ക്രൂരതകൾ പോലീസിനോട് എണ്ണി ഒരു സിനിമാ കഥ പറയുന്ന ലാഘവത്തോടു കൂടി വിവരിച്ചത്. 80,000 രൂപ ലത്തീഫിൽ നിന്നും കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു വാപ്പയുടെ അനുജൻ. പണം തിരികെ ചോദിച്ച് ബുദ്ധിമുട്ടിപ്പിച്ചു. അച്ഛന്റെ അമ്മയുടെ സ്വർണം വാങ്ങുന്നതിനും തടസ്സം നിന്നത് ലത്തീഫായിരുന്നു. ഇതാണ് ലത്തീഫിനെ വകവരുത്താൻ കാരണമായത്. അമ്മയെ കഴുത്ത് ഞെരിച്ച് നിലത്തിട്ട ശേഷം ആദ്യം അച്ഛന്റെ അമ്മയെ കൊന്നു. അതിനുശേഷമാണ് ലത്തീഫിന്റെ വീട്ടിലേക്ക് വരുന്നത്. ഷെമിയെ വെഞ്ഞാറമ്മൂട് കുറ്റിമൂട് പ്രവർത്തിക്കുന്ന സംരക്ഷണ കേന്ദ്രത്തിലാണ് നിലവിൽ താമസിപ്പിച്ചിരിക്കുന്നത്. അതേസമയം പേരുമലയിലെ തെളിവെടുപ്പിന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുകയായിരുന്ന അഫാനെ പിതാവ് അബ്ദുൾ റഹീം കണ്ടു. 4 മീറ്റർ അകലെ ജംഗ്ഷനിൽ ഗതാഗത കുരുക്കിൽ നിർത്തിയിട്ടിരുന്ന പോലീസ് ജീപ്പിലായിരുന്നു അഫാൻ ഉണ്ടായിരുന്നത്. കൂട്ടക്കൊലയുടെ വിവരം അറിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയ അബ്ദുൾ റഹീം മകനെ കാണാൻ താല്പര്യമില്ല എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇന്നലെ മാധ്യമങ്ങൾ സമീപിച്ചപ്പോഴും മകനെ കാണാനോ അവന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനോ താല്പര്യമില്ല എന്ന മറുപടിയാണ് അബ്ദുൾ റഹീം ആവർത്തിച്ച് പറഞ്ഞത്. അഫാനെ ഇന്നലെ പോലീസ് 7 സ്ഥലങ്ങളിൽ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. നോക്കി നിൽക്കെ തന്നെ തകർന്നടിഞ്ഞു പോയ ജീവിതം വീണ്ടും കരുപിടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം. അഫാന് നിയമം വിധിക്കുന്ന ശിക്ഷ ലഭിക്കണം, ഷെമിയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്നും അബ്ദുൾ റഹീം മാധ്യമങ്ങളോട് പറയുന്നു. ഭാര്യയെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. വീട് തുറന്നു കിട്ടാത്തതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഒരു ആശ്രയ കേന്ദ്രത്തിലാണ് ഭാര്യയെ ഇപ്പോൾ താമസിപ്പിക്കുന്നത്. ഇനിയും 1 വർഷത്തോളം ചികിത്സ തുടരേണ്ടി വരും. എന്നാൽ എനിക്കിപ്പോൾ ജോലിയൊന്നുമില്ല. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലാണ്. ഇവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെ ഉണ്ടായി എന്ന് തനിക്ക് അറിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. എനിക്കുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി വീടും സ്ഥലവും വിറ്റ് തീർക്കാം എന്നായിരുന്നു കരുതിയിരുന്നത്. കൊറോണയ്ക്ക് ശേഷമാണ് സാമ്പത്തിക പ്രതിസന്ധിയും ബാധ്യതയും ഉണ്ടായത്. അവസാനത്തെ 2.5 മാസം വീട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അഫാൻ എന്റെ മകനാണ്. പക്ഷേ ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷ നാട്ടിലെ നിയമമനുസരിച്ച് അവന് കിട്ടിയേ തീരൂ. അതാണ് ആഗ്രഹമെന്നും ആ പിതാവ് പറഞ്ഞു. ജനിച്ചു പോയാൽ മരിക്കുന്നതുവരെ ജീവിക്കണം, മുന്നോട്ട് പോയേ പറ്റൂ. അതിനുള്ള ശ്രമത്തിലാണ് താനെന്നും അദ്ദേഹം പറഞ്ഞു. എനിക്ക് ജീവിക്കണം, ഭാര്യയുടെ അസുഖം ഭേദമാക്കണം, ഭാര്യയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, അവിടെ ചെന്നാൽ മക്കളുടെ ഓർമ്മ വരും. വാക്കുകൾ ഇടറിയിട്ടാണ് പിതാവ് വെളിപ്പെടുത്തുന്നത് ഇതെല്ലാം. അതേസമയം 5 പേരെ കൊലപ്പെടുത്തിയ കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫാനെ കസ്റ്റഡിയിലേക്ക് വാങ്ങാൻ വെഞ്ഞാറമ്മൂട് പോലീസ് ഇന്ന് കോടതിയിൽ അപേക്ഷ നൽകും. പ്രതിയെ തെളിവെടുപ്പിനായി 3 ദിവസം കസ്റ്റഡിയിൽ ലഭിക്കണമെന്ന് പോലീസ് ആവശ്യപ്പെടും. പ്രതിയുമായിട്ടുള്ള അവസാനഘട്ട തെളിവെടുപ്പാണ് ഇനി നടക്കാനുള്ളത്. സംഭവത്തിൽ രജിസ്റ്റർ ചെയ്ത 3 കേസുകളിൽ അവസാനത്തേതാണ് വെഞ്ഞാറമ്മൂട് പോലീസ് അന്വേഷിക്കുന്നത്. മാതാവ് ഷെമിയെ പരിക്കേൽപ്പിച്ചതും
സഹോദരൻ അഫ്സാനെയും കൂട്ടുകാരി ഫർസാനെയും കൊലപ്പെടുത്തിയതും ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളിലാണ് മൂന്നാമത്തെ കേസ്. കൂട്ടക്കൊല അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ അന്വേഷണ സംഘം മദർ കേസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതും ഈ കേസിനെയാണ്. അതുകൊണ്ട് തന്നെ നിർണായകമായ തെളിവെടുപ്പ് 2 ദിവസം നീണ്ടു നിന്നേക്കും. ഇതിനായിട്ടുള്ള ഒരുക്കങ്ങൾ വെഞ്ഞാറമൂട് പോലീസ് ഏതാണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഉമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഉമ്മയ്ക്കെതിരെയുള്ള ആക്രമണം അഫാൻ ആരംഭിക്കുന്നത് തന്നെ. ക്ഷമ ചോദിച്ചിട്ട് ആക്രമിക്കുന്ന രീതി. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ അഫാനെതിരെ അമ്മയുടെ നിർണായക മൊഴി. തന്നെ ആക്രമിച്ചത് അഫാൻ തന്നെയെന്ന് മാതാവ്. അഫാൻ തന്റെ കഴുത്ത് ഞെരിച്ചെന്ന് കിളിമാനൂർ പോലീസിന് മൊഴി നൽകി. അതേസമയം കേസിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു. ഉമ്മ എന്നോട് ക്ഷമിക്കണം എന്നു പറഞ്ഞ് പിന്നിൽ നിന്ന് ഷാൾ കൊണ്ട് കഴുത്തു ഞെരിച്ചു എന്നാണ് ഷെമിയുടെ പുതിയ മൊഴി. കിളിമാനൂർ സിഐക്ക് നൽകിയ മൊഴിയിലാണ് ഷെമി ഇക്കാര്യം പറഞ്ഞത്. ഷെമിയെ ആക്രമിച്ചതിനും സഹോദരൻ അഫ്സാനെയും സുഹൃത്ത് ഫർസാനെയും കൊലപ്പെടുത്തിയതിനും രജിസ്റ്റർ ചെയ്ത കേസിന്റെ തെളിവെടുപ്പിലായിരുന്നു ഷെമി നിർണായക വെളിപ്പെടുത്തൽ നടത്തിയത്. കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റെന്നായിരുന്നു ആദ്യഘട്ടം മുതൽ ഷെമി ആവർത്തിച്ചു. മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയ മൊഴിയിലും ഇക്കാര്യമാണ് പറഞ്ഞത്. കൂട്ടക്കൊലയെ അതിജീവിച്ച ഏക വ്യക്തിയാണ് ഷെമി. ഷെമിയുടെ പഴയ മൊഴി പോലീസിനെയും കുരുക്കിയിരുന്നു. ആരോഗ്യനില വീണ്ടെടുത്ത ശേഷം മൊഴിയെടുക്കാമെന്നായിരുന്നു തീരുമാനം. ഷെമി സംഭവിച്ച കാര്യങ്ങളോട് പൊരുത്തപ്പെട്ടതും മൊഴി മാറ്റുന്നതിന് കാരണമായി എന്നാണ് പോലീസ് വിലയിരുത്തുന്നത്. അതേസമയം കുറ്റപത്രം സമർപ്പിക്കാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു. സംഭവത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 3 കേസുകളിലും വെവ്വേറെ കുറ്റപത്രം സമർപ്പിക്കും. പ്രതി അഫ്വാനെ കോടതിയിൽ ഹാജരാക്കി വീണ്ടും പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. നോക്കണം, പിതാവ് അറിയാതെ ഗൾഫിൽ നിൽക്കുന്ന പിതാവ് നഷ്ടത്തിലും കഷ്ടത്തിലും പെട്ട് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുവാണ് കടബാധ്യതയുമായി. ആ സമയത്താണ് ഇവിടെ മാതാവിന് അവരറിയാതെ 35 ലക്ഷം രൂപയുടെ കടം. ഈ 35 ലക്ഷം രൂപ ഇവരെന്ത് ചെയ്തു എന്നതൊരു ചോദ്യമല്ലേ. അദ്ദേഹം ആകെ 2 മാസം മാത്രമാണ് പണം അയച്ചു കൊടുക്കാത്തത് എന്നാണ് ഇപ്പോൾ അദ്ദേഹം തന്നെ മൊഴി നൽകുന്നത്. അപ്പോൾ ഈ 35 ലക്ഷം രൂപ എന്തിന് ഇവര് പലരിൽ നിന്നായിട്ട് കടം വാങ്ങി? അതായത് മകനെ ജോലി ചെയ്യാതെ സുഖലോലുപതയിൽ പ്രേമിച്ച പെണ്ണിനോടൊപ്പം കറങ്ങി നടക്കാനും മന്തി തിന്നാനും പണം വേണം. ഇങ്ങനെ അധ്വാനിക്കാതെ കണ്ടവന്റെ പണം കടം വാങ്ങിയും പറ്റിച്ചും വെട്ടിച്ചും തട്ടിച്ചുമൊക്കെ മക്കളെ വളർത്താനും മക്കൾക്ക് മന്തി വാങ്ങിക്കൊടുക്കാനും മക്കളെ ടെററായി വളർത്താനും ശ്രമിക്കുന്ന ഓരോ മാതാവിനും ഇതൊരു പാഠമാണ്, പാഠപുസ്തകമാണ്, പഠനമാണ്. അവരുടെ ഒക്കെ വീടുകളിലും ഓരോരോ അഫാന്മാരെ നമ്മൾ വളർത്തിയെടുക്കുന്നതിന് തുല്യമാണത്. നമ്മൾ കാണുന്നു, ഇത്തരം അനുഭവങ്ങൾ തന്നെ മതി. നമുക്ക് തന്നെ അനുഭവം ഉണ്ടാകണമെന്നില്ല. ഇത്തരം സംഭവങ്ങൾ വാർത്തയാകുന്നത് എന്തിനാ? നമ്മളൊക്കെ അതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മുടെ ചുറ്റും നടക്കുന്നത് ഇതൊക്കെയാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത രൂപത്തിലാണ് പല കാര്യങ്ങളും സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് ബോധ്യപ്പെടേണ്ടതുണ്ട്. നന്ദി.